നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആകേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടോ പങ്കാളിയുടെ പിഴവ് കൊണ്ടോ ആകാം ഇത് സംഭവിക്കുക. പുകയില നിങ്ങൾക്ക് ദോഷം ചെയ്യും. നിങ്ങൾ വലിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും പുകഞ്ഞു തീരുന്നു. സ്മാർട്ട് ആവൂ, പുകയിലെ അകറ്റി നിർത്തൂ, റൺഔട്ട് ആകാതിരിക്കൂ. Lights on! ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ഒരു കഥ. ഒരു ഗ്രാമത്തിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന് ഒരു നിധി കിട്ടി. വിലമതിക്കാനാവാത്ത സൗഹൃദമായിരുന്നു ആ നിധി. നമ്മൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട രണ്ട് വാക്കുകൾ ഭയവും ദ്രോഹവും. ഭയമാണ് ദ്രോഹം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സൗഹൃദത്തോട് താൻ ചെയ്ത ദ്രോഹത്തെക്കുറിച്ച് ചിന്തിച്ച് മുക്കുവൻ തൻ്റെ കാലം കണ്ണീരുമായി ചെലവഴിച്ചു. മാപ്പ് കിട്ടുമോ എന്ന് ചിന്തിച്ചു. ഒടുവിൽ തൻ്റെ സൗഹൃദം വീണ്ടും വെളിച്ചമായി മുക്കുവന്റെ മുന്നിൽ വന്നു. പിന്നീട് അവന്റെ യാത്ര ഇവൻ തുടർന്നു. ലോകത്തിനാകെ സമാധാനം നൽകുവാൻ മുക്കുവൻ ആഗ്രഹിച്ചു. എന്നാൽ ലോകം അവനെ എതിർത്തു. ഒടുവിൽ തൻ്റെ സുഹൃത്തിന് സംഭവിച്ച അതേ വിധി മുക്കുവനും സംഭവിച്ചു. ശരിയായ രീതിയിൽ അടക്കം ചെയ്യപ്പെടാത്ത മുക്കുവന്റെ ശേഷിപ്പുകൾ ഒരു മരത്തടിയിൽ ഉറങ്ങുന്നതായി ജനങ്ങൾ വിശ്വസിച്ചു. ഈ സംഭവത്തിന് ശേഷം സാമ്രാജ്യങ്ങൾ തകർന്നു. മുക്കുവനെ തെറ്റായ രീതിയിൽ അടക്കം ചെയ്തതും അതിനെ തുടർന്ന് സാമ്രാജ്യങ്ങൾ തകർന്നതും ആകസ്മികമാണോ? എല്ലാവരും ചിന്തിച്ചു. അതിനുത്തരമായി ഒരാൾ വന്നു. ചെയ്യേണ്ടതെല്ലാം ചെയ്ത് സമാധാനം കിട്ടുവാനായി മുക്കുവന് വേണ്ടി ഒരു ദേവാലയം പണിതു. എന്നാൽ അത്ര എളുപ്പത്തിൽ കിട്ടുമോ സമാധാനം? മുക്കുവന്റെ ശേഷിപ്പുകൾ ഉറങ്ങുന്ന മരത്തടിക്ക് അത്ഭുത ശക്തികളുള്ളതായി നാട്ടുകാർ കഥകൾ പറഞ്ഞു തുടങ്ങി. മനുഷ്യരുടെ അത്യാഗ്രഹവും സ്വാർത്ഥതയും സമാധാനത്തെ വേട്ടയാടി. പിന്നീടത് സ്വന്തമാക്കാനായി ഒരുപാട് യുദ്ധങ്ങൾ നടന്നു. എന്നാൽ അത് മുക്കുവൻ ആഗ്രഹിച്ച സമാധാനത്തിന് വേണ്ടിയായിരുന്നെന്ന് ഈ ലോകത്തിന് മനസ്സിലായില്ല. ഒരു മുക്കുവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കടലിലേക്ക് തന്നെ ഈ മുക്കുവന്റെ ശേഷിപ്പുകളും തിരിച്ചെത്തി. കടലിനടിയിലുള്ള മുക്കുവൻ ഓരോ ക്രിസ്തുമസ് രാവിലും കടലിൽ നിന്നും ഉയർത്ത് താൻ ദ്രോഹം ചെയ്ത സൗഹൃദത്തിനോട് പരിഹാരം ചെയ്ത് തിരിച്ച് കടലിലേക്ക് തന്നെ പോകുന്നതായും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ദ്രോഹം തൽക്കാലം അവിടെ തന്നെ ഉറങ്ങട്ടെ. അതാണ് സൗഹൃദത്തിന് നല്ലത്. ഈ ലോകത്തിനും അതാണ് നല്ലത്.
இந்தாங்கண்ணா. குட் மார்னிங் மேடம். வணக்கம். குட் மார்னிங் மேடம். என்ன குட் மார்னிங்? என்ன மணி இது? இல்லை மேடம், நான் இன்வெஸ்டிகேஷன் முடியலன்னு சொன்னேன். ஆனால் அதுக்குள்ளே அவங்க பப்ளிஷ் பண்ணிட்டாங்க மேடம். அதுக்குள்ளே என்ன அவசரம்? எனக்கு புரியவே மாட்டேங்குது. எல்லாம் இந்த சுவாமிநாதன் பண்ணுற வேலை மேடம். பிஸியா சார்? அப்புறமா வரவா? பிரிண்டிங் மட்டும் தான் சார். மிஸ்டர் சுவாமிநாதன், ஒரு வாரத்துக்குள்ள எல்லாத்தையும் முடிச்சிருங்க. ஓகே? என்ன சார் இது? புரிஞ்சுக்கோமா, இது ஒரு சின்ன கிரைம் பீட் ஆர்டிகல். இதுக்கு போய் இவ்வளோ டைம் வேஸ்ட் பண்ணக்கூடாது. சார், இதுக்காக ஒரு வாரம் அலைஞ்சு அந்த ஊருக்கு போய் ஐ டிட் ஆல் திஸ் ரிசர்ச், கேம் அப் வித் so much work. கிறிஸ்மஸ் நைட்டு எல்லாருமே குடிச்சிருந்தாங்க, கூட்டம் வேற அதிகம். இந்த மாதிரி சின்ன சின்ன சம்பவங்கள்லாம் நடக்கிறது காமன் தானம்மா? சார், நானும் ஃபர்ஸ்ட் அப்படிதான் நினைச்சேன். ஆனா அங்க இருக்கிற மக்களோட பேசினதுக்கு அப்புறமா தான் புரிஞ்சது உள்ள நிறைய விஷயங்கள் நடந்திருக்குன்னு. இன்ஃபேக்ட் நான் அங்க பார்த்தேன். I saw him there. The town too seemed very normal. But அடுத்த நாளே இவ்ளோ பெரிய கமோஷன். சார், போலீஸே கேஸை மூடிட்டாங்க. போலீஸ் அவங்களுக்கு என்ன சார்? 10 கேஸ்ல இது ஒரு கேஸ். எக்ஸாக்ட்லி, தட் இஸ் வாட் ஐ அம் சேயிங். இது ஒரு சின்ன கேஸ் தான். சார், நீங்க சொல்ற இந்த சின்ன சம்பவத்துக்குள்ள நிறைய கதைகள் ஒளிஞ்சிருக்கு. கேட்கறதுக்கே கன்ஃபியூசிங்கா இல்ல? அதனால தான் சார் இந்த இன்சிடென்ட்ல சம்பந்தப்பட்ட ஒவ்வொருத்தரை பத்தியும் தனி சாப்டரா எழுத போறேன். அப்படி எழுதும்போது இந்த சம்பவத்தை சுத்தி இருக்கிற கேள்விக்கெல்லாம் ஒரு பதில் கிடைக்கும். ஏன் இதுல உனக்கு இவ்வளோ இன்ட்ரெஸ்ட்? எனிதிங் பர்சனல்? அப்படியெல்லாம் ஒன்றும் இல்லை சார். எனக்கு இந்த ஆர்டிகல் பிடிக்கலனா நீ நேரா அந்த ஆக்டர்ஸ் இன்டர்வியூ எடுக்க போகணும். ஓகே? மேகா, கதைக்கு என்னமா பேரு? അവൻ എൻ്റെ മകനെ പോലെ. എല്ലാം ഞാൻ പറയാം. ഒരൈറ്റവും വിടാതെ ദാസ് പറഞ്ഞു തരാം. എന്നാ ആള് സിനിമ സ്റ്റാറിനെ പോലെ. അവനോ കാവളി നായ ചെക്ക് പറഞ്ഞ നാറി ഉള്ള ഞാൻ പറയാടേ. அக்கா, எல்லாம் ஞாபகம் പറയാം. കഥ ഞാൻ ഇവിടെ എഴുതാൻ തുടങ്ങുകയാണ്. എൻ്റെ അമ്മയുടെ നാട്ടിൽ നിന്നും. ഇതിനൊന്നും എനിക്ക് നേരെയല്ല. നീ സ്ഥലം വിടാൻ നോക്ക്. സാർ ഒന്ന് നിക്ക്. ഇതൊക്കെ അവന്റെ കൂടെ കേട്ടതാ. ചെല്ലി ചെല്ലി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എടാ പീറ്ററെ, എന്താണ് ചോദിച്ചിട്ടില്ലടാ? എന്തെന്ന് വെച്ചാൽ പറഞ്ഞൂടാ. ഒന്ന് പോടാ കവളി. അത്രയ്ക്ക് വിഷമാണ്. നീ ചെല്ലേ. അവന്റെ കുഞ്ഞമ്മ. ശരി ശരി മാഡം, അവനെ വിട്ടേര്, ഞാൻ പറഞ്ഞു തരാം. ശരി പറയൂ. മാഡം,
അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അന്ന് എന്തിനാ അവൻ പറയണത്? അവൻ പറയണത് നമ്പരുത്. ഡേയ് കവളി, നീ എനിക്കിട്ട് തന്നെ തരണം. എന്തിനാണ് നടന്നെന്ന് എനിക്ക് എങ്ങനെ അറിയാം? നീ ഇരടാ എടാ, നിന്റെ തന്നെ കാക്ക കൊണ്ടുപോയ കരിഞ്ഞണ്ടേ. ഞാൻ തന്നെ പറയാടാ. അണ്ണ ഇരിക്കി. ശരി, ഞാൻ പറയാം. സർ, സർ എൻ്റെ അടുത്ത് പറയുന്ന കാര്യം മറ്റാരും അറിയാതെ ഞാൻ നോക്കിക്കോളാം. അന്ന് കടലമ്മയോട് പ്രാർത്ഥിച്ച് വലയെറിഞ്ഞപ്പോൾ വലയ്ക്കുള്ളിൽ ഇവള് വന്ന് വീണു. 10 പ്യാര് പിടിച്ചിട്ടാണ് പൊക്കിയെടുക്കാനായത്. നല്ല കോളടിച്ചെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാ ഒരു മരക്കട്ട. പിള്ളേരത് കടലിലേക്ക് എറിയണമെന്ന് പറഞ്ഞ, പക്ഷെ എന്തിനോ എൻ്റെ മനസ്സനുവദിച്ചില്ല. എനിക്ക് അതിനോട് ഒരുതരം ഇഷ്ടം തോന്നി. കടലിൽ നിന്ന് എന്ത് കിട്ടിയാലും പകുതി ഐസക് സാറിന് കൊടുക്കണമെന്നാണ്. അതൊരു ചെരിപ്പായാലും ശരി. പക്ഷെ ഇതൊരു മരക്കട്ടയല്ലേ, വെറും ഒരു മരക്കട്ട. പിന്നെ കരയിലേക്ക് തിരിച്ചു വരുമ്പോൾ ബോട്ട് കേടായി. ഞങ്ങൾ ഒരു കണക്കിന് നീന്തി കരയിലെത്തി. ഐസക് സാർ അറിയാതെ പിള്ളേർ ആ കട്ട എൻ്റെ വീട്ടിൽ കൊണ്ടിട്ടു. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയിട്ടില്ല. കാക്കയുടെ കരച്ചില്, കാ 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 എന്ന ശബ്ദം. ഞാൻ എഴുന്നേറ്റ് അതിനെ കൈവീശി ഓടിച്ചു നോക്കി, കല്ലെടുത്ത് എറിഞ്ഞു നോക്കി, എന്നിട്ടും പോയില്ല. മോളിരുന്ന ആ കാക്ക കടലിൽ നിന്ന് കിട്ടിയ ആ മരക്കട്ടയെ നോക്കി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എടാ ഈ കാക്ക കടലിൽ നിന്ന് എൻ്റെ പുറകിലുണ്ടല്ലോ എന്ന്. പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു. ആ മരക്കട്ടയെടുത്ത് ഞാൻ ഒറ്റയേറി. എൻ്റെ കർത്താവേ, എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. നിധിയല്ലേ എവളെ കിട്ടിയെന്നറിഞ്ഞാ എത്ര പണം തന്നു വാങ്ങാനും ആളുകളുണ്ടാവും. വെറുതെ കിട്ടിയതല്ലോ. അത്ര ആഴത്തിൽ നിന്നാണ് ഞാൻ അവളെ പിടിച്ചത്. സ്റ്റോപ്പ്. സോ എന്തിനാ നിങ്ങൾ ഈ ശിലയെ പറ്റി ഇവൾ അവൾ എന്നൊക്കെ പറയുന്നത്? കൊടുങ്കാറ്റിന് എന്തിനാണ് മാഡം പെണ്ണിന്റെ പേര് വെക്കണത്? സുനാമി, കത്രീന, നീള, നീശ. കൊടുങ്കാറ്റും പെണ്ണും ഒന്നാണ് കേട്ടാ. രണ്ടും തുടക്കത്തിൽ സമാധാനത്തിലൊക്കെ ഇരിക്കും. പക്ഷെ ഒരവസരം കിട്ടിയാ മൊത്തത്തിൽ അങ്ങ് വലിച്ചു വാരി ഉടുക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത മറ്റു കിളിച്ചോണ്ടിരിക്കും. സോ അതിപ്പോ എവിടെയാണുള്ളത്? ഏത് കാറ്റാ? നോ, അവള് അവളെയും വിറ്റ് കാശാക്കി എൻ്റെ പെങ്ങളെ കെട്ടിച്ചു വിടാന്ന് ഞാൻ വിചാരിച്ചതാ. അത് മുറിച്ച് വിൽക്കണോ ഉടച്ചു വിൽക്കണോ അതൊന്നും എനിക്കറിയില്ലല്ലോ. കസ്റ്റംസിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരുത്തനുണ്ട്. അവൻ്റെ അടുത്ത് ഞാൻ ചെന്ന് അവൻ പറഞ്ഞു, ഡേ പീറ്റർ, ഇവിടെ വേണ്ട, കൽക്കട്ടയെ കൊണ്ട് വിറ്റ നിറയെ കാശ് കിട്ടും. എന്നിട്ട് നമുക്ക് പപ്പാതി എടുക്കാന്നേ. എത്ര കാശാന്ന് വിചാരിച്ചേ? ലക്ഷം, കോടി. പിന്നെ ഇവനൊക്കെ പറയണേ എങ്ങനെ നമ്പുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ പീഡിയയുടെ കാശെന്ന് പറഞ്ഞാൽ അവൻ 10,000 രൂപ എനിക്ക് അഡ്വാൻസ് തന്നു. 10,000 രൂപയെ കിട്ടിയേ. അതൊക്കെ അത്ര തന്നെ. അവളെ കൊണ്ട് അവൻ പോയ വഴിയേ പോയി. പിന്നീട് ഒരു ദിവസം ഫോൺ വന്നു, എടാ പീറ്ററെ, അവളെ കാണാനില്ലെന്ന്, ആരോ കടത്തിക്കൊണ്ട് പോയെന്ന്. നമ്മൾ ഐസക് സാറില്ലേ, പുള്ളിക്ക് അവളുടെ മേലൊരു കണ്ണുണ്ടായിരുന്നു. ഞാനത് വിൽക്കാൻ പോണെന്ന് പറഞ്ഞ് എന്നെ നോട്ട് കേട്ടാൻ ആ റിച്ചി പൈലിൽ വിട്ടെന്ന്. അവൻ നിങ്ങളെ ഉപദ്രവിക്കാൻ മറ്റോ? തന്നെ. റിച്ചി എന്നെ ശരിക്കും പൂട്ടി. ഈ ശില, ഈ മിത്ത്, ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നതൊക്കെ വെറും ഒരു കെട്ടുകഥയല്ലേ? അതുമല്ല, കൽക്കട്ടയിലുള്ള ഏതോരുത്തനും ഇതറിഞ്ഞ് അത് മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവിടെ? അതെ, അത് മോഷ്ടിച്ചതാരാന്നറിയോ? സംഗതി ചാത്തന്റെ പണിയാണെന്ന നാട്ടുകാര് പറയുന്നു. ആരുടെ ശാപമാണെന്നറിയില്ല. ഇല്ലെങ്കിൽ
കുറെ കാലം എവിടെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് പണിയെടുത്തോണ്ടിരുന്ന പയ്യൻ പെട്ടെന്ന് എന്തിനു തിരിച്ച് ഇങ്ങോട്ട് വരണം? പറ. നിങ്ങൾ തമ്മിൽ എപ്പോഴും കാണാറുണ്ടോ? അയ്യോ അങ്ങനെയില്ല. അത് മൊത്തമായി ചരക്കെടുക്കാൻ വേണ്ടി ദാസ് അടക്കട കൽക്കട്ടക്ക് പറഞ്ഞു. അങ്ങനെ ഒരു തവണ പോയപ്പോഴാണ് ഇവൻ അവിടെ വെച്ച് കണ്ടത്. ഈ മുഖം എവിടെയോ കണ്ടതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ദാസിന് ആളെ പിടിയിട്ടിത്. അത് നമ്മുടെ രഘുവല്ലേ? ദാസിന് കണ്ടപ്പോഴേ ആളെ മനസ്സിലായി. ദാസ് ആരാ? പി ദാസ്. ഈ ഞാൻ തന്നെ. ഓ ഓക്കെ. പി അല്ലേ വേണ്ട, എനിക്ക് കണ്ട ഉടനെ അവനെ മനസ്സിലായി. രഘുവാണത്. അതായത് അവൻ രഘുവാണെന്ന് എനിക്ക് മനസ്സിലായി. അവന് പക്ഷെ എന്നെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. എന്നെ കണ്ടുടനെ പഴയ കാര്യങ്ങളൊക്കെ ടക്കേന്ന് അവന് ഓർമ്മ വന്നു. അന്ന് അവനോടൊപ്പം തന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ആ, നിന്റെ അമ്മ അവിടെ തന്നെയുണ്ട്, തനിച്ച്. ഐസക് സാറിൻ്റെ ചന്തയിൽ മീൻ വിൽപ്പനയാ. കൊച്ചു പിള്ളേരൊക്കെ കണ്ട വലിയ സന്തോഷമാണ്. നീ എന്നാ ഓടിപ്പോയ പോർട്ടില്ലേ, അവിടെ അമ്മ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കണം കാണാം. ഭർത്താവും പോയി, മകനും പോയി. വയസ്സാങ്കാലത്ത് അവരുടെ അവസ്ഥ കണ്ട കഷ്ടം തോന്നും. നിനക്ക് നാട്ടിലേക്ക് വന്നൂടെ? നാട്ടിലേക്കോ? വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? അല്ല, വല്ല കട എന്തെങ്കിലും ഇട്ടൂടെ? ഈ ഫോറിൻ ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. അത്രയും കാശൊന്നും എൻ്റെ ഇല്ല. മാത്രമല്ല എൻ്റെ ഇവിടുത്തെ ജോലി കുറച്ച് റിസ്ക് പിടിച്ചതാ, പെട്ടെന്നൊന്നും ഊരാൻ പറ്റില്ല. അതിപ്പോൾ പറഞ്ഞാലല്ലേ അറിയൂ. ആരോടും പറയണ്ട. നീ മിണ്ടാതെ ദാസിൻ്റെ ബോട്ടിൽ കയറിങ്ങ് പോരെ. എനിക്കും പോരണമെന്നുണ്ട്, പക്ഷേ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണ്ടേ? അധികം ഒന്നും ആലോചിക്കണ്ട, നീ വാ. നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല ദാസേ? അവരെന്നെ കൊല്ലും. കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ നോക്കാം. എന്നാ ശരി. ലോഡ്ജിൽ പിള്ളേർ വെയിറ്റിങ്ങാ, ഞാൻ പോവാ. ഒരു മിനിറ്റ്, ഇത് വെച്ചോ. എന്തിനിത്? വെച്ചോ. നിനക്ക് സമയമുള്ളപ്പോഴൊക്കെ അമ്മയെ പോയി കാണണം. അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ ചെയ്തു കൊടുക്കണം. ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നാ ശരി. ദാസേ, പിള്ളേരെന്ത് പറയുന്നു? പിള്ളേരാ നാട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ ഒരുത്തനില്ല. കുറേ എണ്ണം മീൻപിടുത്തവും കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സുഖവും പാലും ഒക്കെ കാറ്ററിങ്ങിൻ്റെ ജോലിക്ക് പോവാ. ആ, ഹനീഫ് ദുബായിക്ക് പോയി. പിന്നെ നമ്മുടെ ആന്റണി അവിടെ ഒരു ഐസ് ഫാക്ടറിയിൽ. റിച്ചി മൊട്ടേന്ന് വിരിയണതിന് മുമ്പ് കൂട്ടത്തിലൊരുത്തിന്റെ പള്ളക്ക് കത്തി കയറ്റിയവൻ. അവനിപ്പോ എങ്ങനെ ഉണ്ടാവാനാ? അങ്ങനെ തന്നെ തനി റൗഡി. നീ ഓടിപ്പോയതിന് ശേഷം അവനെ പോലീസ് പിടിച്ച് ജൂന ഹോമിലിട്ടു. 8 വർഷം അവിടെ കിടന്നു. പിന്നെ എപ്പോഴോ പുറത്തിറങ്ങിയപ്പോ അവനാ ഐസക് സാറിന്റെ കൂടെ അങ്ങ് കൂടി. ഐസക് സാറിനെ പറ്റി നിനക്ക് അറിയാലോ. ഇപ്പൊ സാറിന്റെ സകല കൊട്ടേഷനും അവൻ തന്നെ ചെയ്യണേ, ലീഗലും ഇല്ലീഗലും എല്ലാം. അല്ല, എന്താ കാര്യമൊന്നും അറിയില്ല. പുറത്തിറങ്ങിയപ്പോ അവൻ ആദ്യം തിരക്കിയത് നിന്നെയാണല്ലോ. ശരി, നീ വിട്ടോ. അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ദാസേ, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ശരി. രഘു നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ രുചി പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് അവൻ അറിയായിരുന്നു. കാരണം അവർക്കിടയിൽ നടന്ന കഥ അങ്ങനെയായിരുന്നു. അങ്ങോട്ട് നോക്കടാ, റിച്ചി രാഹുലിനെ കുത്തി.
അമ്മയുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫറായ അച്ഛനോടൊപ്പം ഞാൻ വന്ന ആ ദിവസം. എന്നെ കേസ് ഇവിടുത്തെ പള്ളിയിലച്ഛന്റെ മകനാ. കൂടെ പഠിക്കുന്ന പയ്യനെ കമ്പി കൊണ്ട് കുത്തി സർ. ആ പയ്യൻ മരിച്ചു. ഇവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ ഞങ്ങൾ പിടിച്ചു. അതിനെക്കുറിച്ച് അവന്റെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. എനി വിറ്റ്നസ്? ഉണ്ട് സർ. സംഭവം കുറെ പേര് കണ്ടിട്ടുണ്ട്. നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. കേസ് ഫയൽ പണിയാച്ചാ? ഉവ്വ് സർ. നാളെ കോടതിയിൽ ഹാജരാക്കും. അവിടെ ചെന്ന ശേഷം മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ. ജൂനൈൽ കോർട്ട്? അതെ. അന്നാണ് റിച്ചിയെ ഞാൻ ആദ്യമായി കണ്ടത്. നിങ്ങൾക്ക് റിച്ചിയെ എങ്ങനെ അറിയാം? ജുവനൈൽ ഹോമിൽ മുതൽക്കേ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. റിലീസായതിൻ്റെ അടുത്ത നാള് ഹോമിൽ ഇൻസ്പെക്ടറെ തേടി കണ്ടുപിടിച്ച് നല്ല പണികൾ കൊടുത്ത് ഇടിച്ച് അവനെ ചാവാറാക്കി. അത് കണ്ടിട്ടാണ് ഐസക് സാറ് ഞങ്ങളെ അവർക്കൊപ്പം ചേർത്തത്. സിംഹത്തിനെ തുറന്നു വിട്ട പോലെയാണ്. അതിൽ പിന്നെ ആർക്കും അവനെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്നാ ആള് സിനിമ സ്റ്റാറിനെ പോലെയാ. தேடி அத்தனூருக்கு வந்தா கோலைக்கு விட மாட்டாங்க. எந்த ஒரு டைம்ல இது போட்டுக்கு வாடகை கொடுக்கணும். சரி குடிக்க மீன்லையுமா பாத்தி கொடுக்கணும். 10 பேரை கூட சேர்த்து சுத்தினா பெரிய ஏசுநாதரா உடலங்க. இவன் யாருன்னு எனக்கு தான் தெரியும். எங்களை பணியெடுக்க தானே வந்தது. நீ வேணா இந்த ஊர் புட்ட பசங்க மாதிரி வாயை முடிச்சு வேடிக்கை பார்த்துட்டு என்னாலெல்லாம் முடியாது. வெள்ள வேட்டைக்கு பின்னால ஒளிஞ்சுக்கிட்டு ஊரை ஏமாத்துறானோல. ஐசக் குமாரி பற்றி அறியாలి தெரியல. ஐசக் என்னல்ல பெரிய ஐசக்கு. போட்டை வாடகை விட்டு பணம் சம்பாதிச்சு சொத்து சேர்த்துருக்கான்னு தான் இந்த ஊர் நம்புது. பின்னங்கண்ணே பிலிம்டா எல்லாமே கள்ளக்கடத்தில் சம்பாதிச்ச பணம். என்ன இனி முடியாது. நான் வந்துட்டேன்ல, நடக்கிறத நீங்க வேடிக்கை மட்டும் பாருங்க. சார் നിങ്ങളുടെ പേരെന്താ? ഭുവനേഷ്. ഓൻ പേരെന്നാ? വിചാരിക്കണേ ചെയ്യൂ. ആരെയും പേടിയില്ല, ഐസക് സാറിനെ ഒഴിച്ചെന്ന്. എന്റെ മകനെ പോലെ അല്ല അവൻ. മകൻ തന്നെ. റിച്ചാർഡ് കെ സഹായം. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻപിൽ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ജൂനിയർ സൂപ്രണ്ട് രവിയുടെ മോളല്ലേ? അതെ. ഫാദർ, ഞാൻ വന്നത് ആഫ്റ്റർ ദ പ്രയർ. ഓക്കെ. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. സോ യു ആർ റൈറ്റിംഗ് ദി സ്റ്റോറി നൗ? യെസ് ഫാദർ.
ഏതെങ്കിലും റീസെൻ്റ് ആയ ഫോട്ടോസ് ഉണ്ടോ? ഇവിടെ പേഴ്സണൽ വിഷയങ്ങൾക്ക് സ്ഥാനമില്ല, കാരണം ഇതൊരു ദേവാലയമാണ്. പക്ഷേ അവിടെ ആ ജുവനൈൽ ഹോമിൽ ഒരു ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതുവരെ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ടില്ല. എന്ത് ഫോട്ടോ അത്? ഈ ജുവനൈൽ ഹോമിൽ ചേരുന്ന സമയത്ത് എടുത്താന്നാ പറഞ്ഞത്. ഫാദറിനോട് ആ ഫോട്ടോ പറ്റി ആരാ പറഞ്ഞ്? റിച്ചിയാ പറഞ്ഞത്. അതെങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാന്നുള്ളത് അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഐ തിങ്ക് അതിൽ അവൻ ഇഷ്ടപ്പെടുന്ന എന്തോ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ, അച്ഛനെ ഹോമിലേക്ക് അവനെ കാണാൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? എത്ര തവണ കാണാൻ പോയാലും അവൻ ഒരു മാറ്റം ഉണ്ടാവാറില്ല. വാശിക്കാരൻ. സോ അച്ഛൻ അവിടെ പോയിട്ടേ ഇല്ലേ? പല പ്രാവശ്യം ഞാൻ അവിടെ പോയിരുന്നതാ, അവൻ മാറുമെന്നുള്ള വിശ്വാസത്തിൽ. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല. കുട്ടിക്ക് അവനെ നേരിട്ടറിയാമോ? ആക്ച്വലി നോ. 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അമ്മയുടെ വീട്ടിലേക്ക് ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ സമ്മർ വെക്കേഷന് വരുമായിരുന്നു. അപ്പോൾ ഫാദർ, ഇതൊരു ഇൻ്റർവ്യൂ ആയിട്ട് വിചാരിക്കണ്ട. അന്നത്തെ ആ പ്രശ്നം എനിക്കറിയണമെന്നുണ്ട്. ഐ ജസ്റ്റ് വോണ്ട് ടു ലിസൺ ടു യുവർ സൈഡ് ഓഫ് ദി സ്റ്റോറി. അന്ന് ചർച്ചിൽ കുറച്ച് ഫോറിൻ ടൂറിസ്റ്റുകൾ വന്നിരുന്നു. ഹലോ, അന്ന് അവനും വന്നിരുന്നു. അതുകൊണ്ടാണ് മാതാവിന്റെ നഗരപ്രദർശനം ഇവിടെയുള്ള വിശ്വാസികൾ ഇത്ര ആഘോഷിക്കുന്നത്. കടലിൽ കിടക്കുന്ന ശിലയെ തേടി ഇപ്പോഴും ആൾക്കാർ പോകാറുണ്ടോ ഫാദർ? ഇവിടെ ശിലയല്ല മുഖ്യം, Forgiveness. മാപ്പ് കൊടുക്കുക. അതാണ് സെന്റ് പീറ്റേഴ്സിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. He is my son only. Yeah. God bless you. Thank you. എന്താണ് പുതിയ ബാച്ചിന് ട്രെയിനിങ്ങാ? പക്ക റൗഡി ലുക്ക് തന്നെ. +2 കഴിഞ്ഞു. നിനക്ക് ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തുകൂടെ? അയ്യോ സാർ, നിങ്ങളുടെ ഉപദേശം നിർത്താൻ പറ്റുമോ? ഈ ലോകത്തിലെ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, ലൈക്ക് ദാറ്റ്. ഞാൻ ഒരു റൗഡി. അതിങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നോ? ഓ സോറി ബോസ്, നെക്സ്റ്റ് ടൈം വണ്ടിയിൽ വെച്ചിട്ട് വരാം. മാതാവിന്റെ മുന്നിൽ വെച്ചാണോ നീ ഇങ്ങനെയൊക്കെ God bless you. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ ചിരി എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? പുഞ്ചിരി നിനക്ക് ബലം തരും. ആയുധം എനിക്ക് ബലം തരും. 3 ദിവസം മുമ്പ് ആ ലോറൻസുമായി വഴക്കുണ്ടാക്കിയവന്റെ മൂക്കിൽ നീ ഇടിച്ചോ? ആരെ ലോറൻസ്? 3 ദിവസം മുമ്പ് പലവരുടെ തല്ലു പിടിച്ചിട്ടുണ്ട്, പലവരുടെ മൂക്ക കുടച്ചിട്ടുണ്ട്. ഐ എം എ പ്രൊഫഷണൽ റൗഡി ഡാഡി. റിച്ചി, മിസ്റ്റർ ഫ്രാൻസിസിന്റെ മകൻ ലോറൻസ് ഫ്രാൻസിസ്, അവൻ വന്ന് എന്നോട് പരാതി പറഞ്ഞു. ഞാനിവിടെ എപ്പോഴും പ്രാർത്ഥനയില്ല. എന്റെ സ്വന്തം സണ്ണായ നീ തന്നെ ഇങ്ങനെയൊക്കെ സൺ? നിങ്ങളുടെ സ്വന്തം മകൻ? അതുപോട്ടെ, ആ ഫ്രാൻസിസിന്റെ അടുത്ത് അവന്റെ പയ്യന്റെ മൂക്കുടച്ച് നിന്നാ നിങ്ങൾ ചോദിച്ചോ? എനിക്ക് ശരിക്കും ഉടയ്ക്കാൻ പറ്റില്ല, അതിനും ബോഡി കളഞ്ഞോ മറ്റവൻ. മൈൻഡ് യുവർ ലാംഗ്വേജ്. നിന്റെ അച്ഛനോടാണ് നീ സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനോട്? നിങ്ങൾ ഈ നാടിന്റെ ഫാദർ അല്ലേ ഫാദർ? റിച്ചി, വൈ ആർ യു ലൈക്ക് ദിസ്? എന്നെ എവിടെ വിട്ടാണ് വളർത്തിയത്? ഒരു ജൂനൈൽ ഹോമിലിരുന്ന് വന്ന എനിക്ക് പിന്നെ പള്ളിയിൽ അച്ഛനാവാൻ പറ്റുമോ? റിച്ചി, നീ ശരി, ഞാൻ പോണു. റിച്ചി, ദൈവം എപ്പോഴും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ടെൽ ബൈ ടു ജീസസ് ഓൾസോ. അവന്റെ അച്ഛനെ കണ്ടിട്ട് പിന്നെ എങ്ങോട്ടാ പോയത്? ടെൽ ബൈ ടു ജീസസ് ഓൾസോ. ആ ലോറൻസ് എവിടെ ഉണ്ടാവും? എന്തിനാ? ചില കണക്ക് തീർക്കാനുണ്ട്. എന്തൊരു കണക്ക്? മൂക്കിന് കണക്ക്. മൂക്ക് കണക്കാ?
ഏയ് ലോറൻസ്, നിനക്ക് ഞാൻ കടം തരണം, നിനക്കത് വെച്ച് കള്ളു കുടിക്കണം. എന്റെ കടം തിരിച്ചു ചോദിച്ചപ്പോ നീ ഫാദറിനടുത്ത് കംപ്ലൈന്റ് ചെയ്യലടാ. സ്കൂൾ പോയാ ഇപ്പോഴാണ് കറക്റ്റായത്. എൻ്റെ പയ്യൻ്റെ മൂക്കുടച്ചതിൻ്റെ അപ്പം നാട് മുഴുവൻ പറഞ്ഞു നടക്കാണല്ലോ. മൂക്ക് ശരിക്കും ഉടച്ചില്ലെങ്കിൽ എൻ്റെ പേരല്ലടാ പോണത്. റിച്ചി ഒരുത്തിൻ്റെ മൂക്കുടച്ചാൽ അത് ഇങ്ങനെ ഇരിക്കുമെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? No hard feelings, huh? Only dealings. Hey, it's gone. പോയേ പോച്ച്. ഈ രാധയ്ക്ക് വേറെ ഒരു വേലയും ഇല്ലേ? അങ്ങോട്ട് നോക്ക്. വാടാ. ഒന്ന് വെച്ച്, രണ്ട് വെച്ച്, മൂന്നും വെച്ച് മുത്തപ്പന്റെ കല്ലിട്ടെ. ഞാൻ ജയിച്ചേ. ഡെമോക്രസി കുമാരന്റെ കടവരുന്ന് പോയിട്ട് അവിടുന്ന് ഒരു സഞ്ചി വരും, അത് മേടിച്ചിട്ട് വെക്കുന്ന വാടേ. ശരിയാണോ? ഡേയ് എന്താടേ പിള്ളേരെ കള്ളു വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ടത്? അവൻ കൊണ്ടുവന്നാ നീ അടിക്കില്ലേ? നീ ഒരുപാട് കിടന്ന് കിളിക്കല്ലേ? എന്താ എന്റെ പേര്? ഡെമോക്രസി ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. ഏയ് ഡെമോക്രസി. ഓ നീക്കണ്ണ വരുന്നു. സെൽവാണൻ പണ്ട് മധുരയിലായിരുന്നേക്കാ. അണ്ണൻ അവിടെ സ്വന്തമായിട്ടൊരു വർക്ക്ഷോപ്പൊക്കെ ഇട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുകയായിരുന്നു. കൂട്ടുകാർക്ക് വേണ്ടി അണ്ണൻ എന്തും ചെയ്യും. സെൽവാണന്റെ കൂട്ടുകാരനായിരുന്നു ഇളങ്കോ. ഇളങ്കോയുടെ പ്രേമഭാഗവും അങ്ങനെ തന്നെ ആയിരുന്നു. സൂപ്പർ. ഇളങ്കോനെ സ്നേഹിച്ചിരുന്ന പെണ്ണിന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും എതിർപ്പിനെ എതിർത്താണ് സെൽവാണൻ അവരുടെ കല്യാണം നടത്തി കൊടുത്തത്. അതോടെ അവരുടെ ശത്രുതയും കൂടി. ഇളങ്കോടെ ഭാര്യയുടെ 7ാം മാസം നടക്കുന്ന വളക്കപ്പ് ചടങ്ങിന്റെ തലേന്ന് வாடா வெள்ளையும் சொல்லிமா எப்போ வந்த? இப்பதான் 4 ஃபங்க்ஷனுக்கு எல்லாம் ரெடியா? போஸ்டர் அடிச்சு விட்டுருக்கேன், பார்த்தா தெரியல? அண்ணே செல்வா சொல்லுங்கண்ணே. இவ்வளவு ஆர்ப்பாட்டம்லாம் தேவைதானா? இப்பதான் அவங்க கொஞ்சம் அடங்கி இருக்காங்க, மறுபடியும் எதுக்கு தூண்டி விடுற? ஒன்றும் ஆகாதுண்ணே, இன்னைக்கு ஒரு நாள் ராத்திரி மட்டும்தான். நாளைக்கு ஃபங்க்ஷன் முடிஞ்ச பிறகு நானே கழட்டி எடுத்துட்டு போறேன். சீக்கிரம் சீக்கிரம் வண்டி எடு, வண்டி எடு. என்னங்க இந்த நேரத்துக்கு எங்க போறீங்க? ஒரு காபி சாப்பிட்டு வந்துடுறோமா? இந்த நேரத்துக்கா? 5 நிமிஷம் வந்துருவோம். அண்ணே ஊரை விட்டு தூரமா போயிடாதீங்க, இங்க எங்கயாவது பக்கத்துல சாப்பிட்டு வந்துருங்க. பக்கத்துலயே தான். நீ எந்த நாள் தான் விட்டா? ஊர்ல நமக்குன்னு ஒரு மரியாதை இருக்குல்ல. டேய் பிளான் கேன்சல், வா வீட்டுக்கு போலாம். ஏன்டா? கடையை மூட்டானுங்கடா. எதையாவது கொடுத்து கரெக்ட் பண்றா? டேய் எங்க பார்த்தாலும் போலீஸ் நின்னுட்டு இருக்காங்க, எதையாவது கொடுத்து கரெக்ட் பண்றன்ற நீ. செல்வா நீ கண்டிப்பா குடிச்சாங்கல, பக்கத்தூர்ல பிளாக்ல வைப்பான், போலாமா? டேய் அப்படி எல்லாம் குடிக்கணுமா? அந்த ஊர்க்காரங்க யாராவது நம்மள பார்த்தாங்க நிக்க வச்சு உசுரோட தோலை உரிச்சிடுவாங்க, பரவாயில்லையா? அந்த ஊர்ல பொண்ணை தூக்கும் போதே அவனுங்களால பிடிக்க முடியல, பாட்டில தூக்கும் போது பிடிக்க போறானுங்க மொன்ன பசங்க. நீ ஏற வண்டியில. അധികം ദൂരത്തേക്കൊന്നും പോകണ്ടെന്നാ ഒക്കെ പറഞ്ഞതാ, പക്ഷെ അവരത് കേട്ടില്ല. ഒടുവിൽ ചെന്ന് വിട്ടതോ ശത്രുക്കളുടെ അടുത്തു. வண்டியில காத்துல பாருங்களேன். நேத்தான காத்தடிச்சேன். இருடா பாரு.
ஒருக்கி பசங்களா ஒண்ணு என்ன பாரு மூச்சு விட அண்ணி இளங்கோ இதுக்கு தாண்டா அப்பவே சொன்னேன். സംഭവത്തിന് ശേഷം അണ്ണനാകെ തകർന്നു പോയി. എല്ലാവരും അണ്ണനെ ഒറ്റപ്പെടുത്തി. പിന്നെ അണ്ണൻ ഇങ്ങോട്ട് പോന്നു. എന്താ സെൽവണ്ണ பட்ட பகல்ல குடிக்கிறானுங்க. அவங்களோட உனக்கு என்னடா வேலை? சின்ன பசங்களை கெடுக்கிறானுங்க. போய் ஸ்பேனர் எடு போ. டேய் செல்வா வா பீட்டரே. அதே ഉച്ചക്ക് ചോറിനാ നീ എൻ്റെ വീട്ടിലേക്ക് വരണം. വരാം. ആനാ പൂജയ്ക്ക് അപ്പുറം വരട്ടുമാ? പൂജക്കൊന്നും നിനക്കെന്തിന്? ஒன்றும் இல்லை, வருന്നവരെല്ലാം ஊருக்காரங்க. யாராவது ஏதாவது பேசிட்டாங்கண்ணா? ആൾക്കാർ എന്തെങ്കിലും പറയട്ടെ, നീ വാ. ഉച്ചയ്ക്ക് ഫിലോമിന് നല്ല മീൻകറി വെച്ച് തരും. പിന്നെ നിന്റെ ഇഷ്ടം. ഉറപ്പായിട്ടും சும்மா இருடா. കുറച്ച് സാധനങ്ങൾ വാങ്ങണം. നീ കുമാരൻ്റെ കടയിലൊന്ന് ഇറക്കി വിട്. ஒன்றும் இல்லை பீட்டரே, மீன் மார்க்கெட்டில் ஒரு சிறிய ஜோலி. ഡേ സാറിൻ്റെ ജോലി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുവരണം. അതെ നമുക്കിന്ന് രണ്ടെണ്ണം അടിക്കാനുള്ളതാ. അണ്ണാ അണ്ണൻ എന്നും ഈ മീൻ മാർക്കറ്റിൽ കിടന്ന് കറങ്ങിയിട്ട് എന്താ കാര്യം? അണ്ണൻ ഇതുവരെ വിലാമന് ചേച്ചി ഇഷ്ടമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അണ്ണൻ ഇങ്ങനെ ചിരിച്ചോണ്ട് കാണണോ? അവസാനം കൈവിട്ട് പോവും. അയ്യോ നിന്റെ വായ അടക്ക്. വാ. சொல்லத்தான் நினைக்கிறானே, சொல்லாம நடக்கிறானே, யார் என்ன காட்டுறானடா. സാറ് വരുന്നു, വഴിമാറ വഴിമാറ. സാറ് വരുന്നു, വഴിമാറ. எத்தனை காலம் இன்னும் ஒத்தைய சுத்துறானோ, சம்மதிச்சா கல்யாணம் தான். மாட்டிக்கிட்டா ஆம்பிளதான். சிறகே காதலும் இறகே, அது ஒரு சருகே நான் மிதக்கிறேன். சிறைதான் இது ஒரு இறைதான், அனுபவம் முறைதான் நான் வாழ்கிறேன். எத்தனை காலம் அவன் முத்தைய சுத்துறானோ, சம்மதிச்சா பொம்பளதா. மாட்டிக்கிட்டா அம்பளதா.
അണ്ണാ പൗഡർ പൂച്ചിട്ടൊന്നും കാര്യമില്ല. ചേച്ചി എടുത്ത് വാ തുറന്നങ്ങ് പറയണം. നാളെ പറയുന്നല്ലേ. ഇപ്പൊ വാ. വിളമ്പ്. എല്ലാം ഞാൻ നോക്കി വാങ്ങിയതാ. കാശൊന്നൊരു വിഷയമല്ല, നീ കഴിക്കേ. ആമാ, നീ ജോലിക്കൊന്നും പോണില്ലല്ലോ. കാശ് മുട്ട എങ്ങനെ വന്നത്? അത് പിന്നെ ഞാനൊന്ന് കക്കൂസ് പോയിട്ട് വരാം. ഇപ്പൊ വരാം. പീറ്ററേ, പീറ്ററേ ഇറങ്ങി വാളാ. കടം വാങ്ങിച്ച നാറി മേടിച്ച കാശ് തിരിച്ചു തരാണ്ട് വരുന്നുണ്ടാക്കണ് ചേറ്റ. അവന്റെ അമ്മയുടെ ഒരു പീറ്ററേ ഞങ്ങളെ മൂജിക്കല്ലേ അണ്ണേ. പീറ്റർ ഇങ്ങ ഇല്ലണേ. உன்னை கேட்டானா உன் வேலை மட்டும் பாரு செல்வா. அண்ணே கடன் வாங்கிப்போ அவ்வளோதானே. காசு எல்லாம் ഞാൻ പറയാം. ദയവ് செஞ்சு கிளம்புங்க. നീ പുറത്തു വരുന്നോ അതോ നിന്റെ പെങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങണോ? വീട്ടിലെ വിശേഷங்க உங்ககிட்ட வாங்கி கடன் തിരിച്ചു തരും. ദയവ് செஞ்சு கிளம்புங்க. வேணா செல்வா, வெளியூர்ந்து வந்தவன் நீ. என் பின்னாடி எத்தனை பேர் இருக்காங்கன்னு தெரியும்ல. ஒத்தையா வந்தாலும் சரி, மொத்தமா வந்தாலும் சரி. ഏയ്, ഇന്നൊരു വിഷയം. പീറ്റർ ഇവിടെ തന്നെ ഉണ്ട്. കഥ വേണ്ടിയ പിന്നല്ലേ. അയ്യോ ഇവന് വരി വരി. എപ്പോഴും വന്നത്? ഇപ്പൊ കൈവേടാ പാക്കലാം. പീറ്ററേ, ഇനിയും നീ കാശ് വാങ്ങാൻ വരുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. പിന്നെ ഇവനല്ലേ നോട്ടടിക്കണത്. ഇവനല്ലെങ്കിൽ വേറൊരുത്ത. സെൽവ, നീ എന്തിനാടെ വെറുതെ ഇവരോട്? വാ ചോറ് തിന്നാം. വാ പെങ്ങളെ, ആ മീൻകറി എടുത്ത് വഴി അവിയലും കൂടി എടുക്ക്. ആഹാ, ഇതപ്പോ വലിയ കാര്യം. കഴിക്ക്. എന്താ ചേട്ടന്റെ പ്രശ്നം? എന്തിനാ നാട് മുഴുവൻ നടന്ന് കടം വാങ്ങണേ? അത് ഇന്നിപ്പോ ഇവര് വന്നു, നാളെ ഇനി ആരാ വരുന്നതെന്ന് ദൈവത്തിനറിയാം. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ ഇവര് വരുന്നെങ്കിലോ? ചേട്ടൻ ഇങ്ങനെ വെറുതെ നടക്കാതെ ഐസക് സാറിന്റെ അടുത്ത് ജോലിക്ക് പോയിക്കൂടെ? അവൻ ഇവരെക്കാളും വലിയ ഫ്രോഡ്. ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല. ഓ, അപ്പൊ ചേട്ടൻ അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിട്ടാ വന്നേക്കണേ. അപ്പൊ അവിടുന്ന് ആള് വരുമായിരിക്കും. എന്റെ വിധി അല്ലാതെന്താ. ഇതിനൊക്കെ ഭേദം വേറെ വല്ല നാട്ടിലും പണിയെടുത്ത് ജീവിക്കണതാ. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ തന്നെ ജീവിക്കണോ? വേറെ നാട്ടിൽ പോയി എന്നെ പോലെ ജീവിക്കാനാ ഭാരതദേശി വാഴ്ക്ക. പീറ്റർ എന്താ കൊലയാണ് ചെയ്തത്? കടം തന്നെ വാങ്ങണ. എല്ലാം പാത്തുക്കലാം. എത്ര കാലം വെച്ചാൽ ചേട്ടൻ എന്റെ കാശ് കൊണ്ട് ജീവിക്കാൻ പോണേ? എന്തൊരു പെണ്ണേ, നീ എന്തൊരു പറഞ്ഞത്? സെൽവ, നീ എന്നെ മാർക്കറ്റിൽ വിടും. ചോറൊന്നും വേണ്ട, നീ തന്നെ തിന്നെ. ഞാൻ പറയണൊന്ന് കേക്ക്. ചേട്ടാ, ചോറ് കഴിച്ചിട്ട് പോ. അതെ, നല്ല പോളപ്പം മീൻകറി. വാടാ ചേട്ടാ, പെണ്ണുങ്ങളെ ചോറ് കഴിച്ചിട്ട് പോ. ഞാൻ അറിയാതെ പറഞ്ഞതാ, കഴിച്ചിട്ട് പോ. ആരത്? നില്ല് നില്ല്. എന്താടാ ഇത് ഈ നേരത്ത് ഒന്നും പറയാതെ? വാ, നീ അകത്തേക്ക് വരുവാ. ഒന്നുമില്ല, വേഗം വണ്ടി എടുക്ക. വേഗം. സെൽവ, ഒരു A1 ബോട്ടിന് എന്ത് വില വരും? ഏത്? ആ ഐസക്കിന്റെ കയ്യിലുള്ള പോലെ. അതെല്ലാം വില ജാസ്തി. അത് തന്നെ. എത്ര ആകുന്നു? വില അറിഞ്ഞിട്ട് നീ എന്താ ചെയ്യാനാ? സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങാനാ? എന്തിനേ? എനിക്ക് വാങ്ങിച്ചുകൂടെ? ഞാൻ വാങ്ങിക്കാണിച്ചു തരാം. സാറേ, ആളാരെന്ന് മനസ്സിലായില്ല. പക്ഷേ ബോട്ട് കൽക്കട്ടയിൽ നിന്നാണ് വന്നിരിക്കണേ. ഫൈബർ ബോട്ട്, കൽക്കട്ട രജിസ്ട്രേഷനാ. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടേ ഇല്ല. ആരാണെന്നൊരു പിടിയും കിട്ടണില്ല. കയ്യിലൊരു ബാഗും ഉണ്ടായിരുന്നു. എന്താ സംഭവം എനിക്ക് അറിഞ്ഞുകൂടാ. അത് സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പൊയ്ക്കോട്ടാ. പിന്നെ സാറേ, ആ പീറ്ററിൻ്റെ ബോട്ട് ഇപ്പോഴും കേടാറ്റി കിടക്കുകയാണ്. ഞാൻ ഷെൽവയുടെ അടുത്ത് പറയാം. വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് കണ്ടില്ലല്ലോ. എന്തരേ? ആ പുലിക്ക് ചായം തേക്കാനായിട്ടേ. നീ സെൽവയിലൂടെ
ആ സ്രാങ്ക് പാമ്പന് ആ വിലോമിനെയൊക്കെ അങ്ങോട്ട് വരാത്തത്? അതിന് ശരിവുണ്ടല്ല, അവൻ നോക്കിക്കോളൂ. ഓ, അപ്പൊ സെൽവയെ അണ്ണന്റെ മച്ചാനാക്കിയല്ലേ? ഓ, എന്നാ പിന്നെ പടപ്പിക്ക്. എന്നും നീ ഉച്ചയ്ക്ക് മീൻ മാർക്കറ്റിൽ പോണെന്തിനാന്ന് എനിക്കറിയാം. നാടോടിയാ വന്നേ, നാടോടിയാവേ പോയിരുപ്പേ. ഈ നാട്ടിൽ ഞാൻ നിൽക്കാൻ കാരണം നീയും ഫിലോമിനയുമാണ്. ആ കഥയൊന്നും പറയണ്ട, ഞാനല്ല, ഫിലോമിന. നീ ഇവിടെയാണെങ്കിലും നിന്റെ മനസ്സ് എവിടെയെന്ന് എനിക്കറിയാവിടെ. പീറ്ററേ, നീ നോക്കിക്കോ, നാളെ ഞാൻ അവളോട് എന്റെ ഇഷ്ടം പറയും. നീ ഇപ്പം വീശി, അത് കഴിഞ്ഞ് പേശി. രഘു, നീ ഒരു 10-15 വർഷമായിക്കാണല്ലോ ഇവിടുന്ന് പോയിട്ട്. അമ്മയ്ക്ക് നിന്നെ കാണുമ്പോ എന്ത് സന്തോഷമായിരിക്കും അറിയോ? നീ വേണേ നോക്കിയോ. ദൂരെ ദൂരെ കാവൽ കാത്ത് തേടി വരും സ്നേഹക്കാറ്റിൽ നോവും നെഞ്ചം താനെ തേങ്ങി പെയ്യുന്നിതാമ്മ മേഘം അലയവേ വഴി നീളയും ഞാൻ തിരയവേ ഇടനെഞ്ചിലും എൻ പ്രാണനമ്മേ. കൊഞ്ചും ചിരിയാലേ അരികെ നീയൊട്ട് അമ്മ ചോടിലുറങ്ങിടാം, മെല്ലെ മാച്ചിടാം കണ്ണീർ പാടെല്ലാം ചിറകിനരികിലെ നീതാ. കണ്ണോട് കണ്ണിറയേ എന്നുള്ളം നീ നിറയേ. ഇന്നാകോർമകൾ വിങ്ങും നോവുകൾ ഇനിയും ജന്മം കൊണ്ടേ നിൻ മകനായി മാറാം. എൻ ജീവനമ്മേ. അത് അഴലിൻ നിഴലമ്മേ, ഒരു താരം ദൂരെ നിന്നും കാത്തതുപോലമ്മേ, പുഴയൊന്നും ഇല്ലാതെ കരയൊന്നും കാണാതെ. ഞാൻ ഇറങ്ങാം. അല്ല മോനെ, ഇത്രയും പൈസ നിനക്ക് എവിടുന്നാ കിട്ടിയേ? തൽക്കാലം കയ്യിൽ വെക്കേ, എല്ലാം ഞാൻ വന്നിട്ട് പറയാം. അമ്മയുടെ അടുത്ത് കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് നിനക്ക് പോയാ പോരെ? എത്ര കാലായിടാ നിന്നെ ഞാനൊന്ന് കണ്ടിട്ട്. എനിക്കറിയാമേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നാളെ വരാം. അപ്പൊ അമ്മയോടൊപ്പം കുറച്ചേരി ഇരിക്കുകയും ചെയ്യാം. ഇപ്പൊ സമയമില്ല, ഞാൻ ഇറങ്ങാമേ. നാളെ മോന് ഇഷ്ടപ്പെട്ട കറികളൊക്കെ അമ്മ ഉണ്ടാക്കി വെക്കാം. മോൻ വന്ന് കഴിക്കണേ. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. അമ്മയോടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് ദാസ് പറഞ്ഞു.
ഇനി അമ്മ ജോലിക്കൊന്നും പോകണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്നാ ശരി. ഇങ്ങോട്ട് താടാ, ഞാൻ പിടിക്കാം. ഏയ് വിട്. ഇതെന്താ ഇത്ര കാര്യമായിട്ട് ശരി. അവിടെ ബ്രെഡും ജാമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, വിശക്കുമ്പോൾ എടുത്ത് തിന്നു. എടാ അമ്മേൻ്റെ കൂടെ വരുമായിരിക്കും അല്ലേ? വരില്ലേന്നോ? എപ്പോ വന്നെന്ന് ചോദിച്ചാ മതി. ആ നീ പോയി കിടന്നുറങ്ങും, നമുക്ക് നാളെ കാണാം. നാളെ ഉച്ചയ്ക്ക് ഞാൻ വിളിക്കാം. അമ്മയും കൊണ്ട് പോകാൻ എനിക്കൊരു വണ്ടി വേണം. നാളെ രാത്രി ഞങ്ങൾ ദുബൈക്ക് പോവാം. ദുബായിക്കാ? ആ, കൽക്കട്ടക്കാരെ കുറിച്ച് നിനക്ക് അറിയാഞ്ഞിട്ടാ. അവരെന്നെ സ്കെച്ച് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് പോകണം. അല്ല, എത്ര കാലം നീ ഇങ്ങനെ മുങ്ങി നടക്കുക? പറ. ഇതെന്റെ അവസാനത്തെ ഓട്ടാ. ആ വാരാതെ, നീ എന്തിനാ എല്ലാ മാസവും വെറുതെ ഈ വാടകാശുമായിട്ട് ഇങ്ങോട്ട് വരുന്നേ? അതും അങ്ങ് ഞാൻ ആളെ അങ്ങോട്ട് അയക്കുമായിരുന്നല്ലോ. സാറേ, നാളെ മുതല് ഞാൻ പണിക്ക് വരുന്നില്ല. ആ കട വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ. എന്തു പറ്റി? എന്റെ മോൻ രഘു ഇങ്ങ് തിരിച്ചു വന്നുല്ലോ. രഘു? 15 വർഷം മുമ്പ് ഓടിപ്പോയ നിന്റെ മോനോ? ആ അതെ, കൽക്കട്ടയില് വലിയ കമ്പനിയിലാ. അതുകൊണ്ടെന്താ, നിനക്കിവിടെ ജോലി ചെയ്യാലോ. ആ, അവൻ എന്നോട് അമ്മ ഇനി പണിക്കൊന്നും പോണ്ടെന്ന് പറഞ്ഞേക്കുക. രഘു എപ്പോ ഒന്നാ പറഞ്ഞേ? ഇന്നലെ. ഇന്നലെയോ? ആ രാധേ, നിന്റെ മോനോടെ പ്രത്യേക അന്വേഷണം ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പീറ്ററിന്റെ കാര്യം നീ അറിയുമായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ 140 വോട്ടുണ്ട്. ഇതെല്ലാം ഞാൻ തന്നെയല്ലേ നോക്കണത്. ഇത് മാത്രം എങ്ങനെയോ എൻ്റെ മിസ്സായി. മിസ്സായി പോലും കഷ്ടം. മുരുകേശ, വെറുതെ ഇങ്ങനെ തെണ്ടി നടന്നാ പോരാ. ഇത് കാശിന്റെ കാര്യം മാത്രമല്ല, വിശ്വാസത്തിന്റെ കൂടെയാണ്. കടലിൽ നിന്ന് കിട്ടുന്നതിന്റെ നേർ പകുതി എനിക്കാണെന്നറിയാലോ. ഇന്ന് ചതിച്ചവൻ പീറ്ററാ, നാളെ വേറൊരുത്തൻ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല, നല്ലത് നോക്കിക്കോളാം. ഈ ദേഷ്യത്തിനൊന്നും കുറവില്ല, പക്ഷെ അത് മാത്രം പോരാ. ഇവൻ എപ്പോഴും അങ്ങനെ പിടിച്ചു കെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ തല വെട്ടിക്കൊണ്ട് വരുന്ന സ്വഭാവക്കാരന്. അതെ സാറേ, സാറിന്നലെ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടാ. ആ ലാറൻസിന്റെ മൂക്കേ മീന്റെ ചെകള പൊളിക്കണമല്ലേ പൊളിച്ചേക്കണം. എടാ റിച്ചി, ഇതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നിന്നെ ഞാൻ വിടാഞ്ഞേ. വാളോങ്ങിയവന്റെ മുന്നിൽ നിൽക്കുന്നവനെല്ലാം ശത്രുക്കളായേ തോന്നുന്നു. നീ ഇങ്ങ് അടുത്തേക്ക് വന്നേ. സാറേ, സെൽവം വന്നിട്ടുണ്ട്. അവിടെ നിൽക്കാൻ പറ. എടാ റിച്ചി, എന്തൊരു വിശേഷം? നല്ല നമ്മുടെ പീറ്റർ എവിടെ? എടാ, നിന്റെ അച്ഛനോടെ ഇവിടുത്തെ ക്രിസ്തുമസ് വിരുന്നിന് വരാൻ പറ. എന്താ നീ പറയൂ, അതാ ഞാൻ വിളിക്കണോ? വേണോടാ, ഞാൻ വിളിച്ചോളാം. എന്നാ ശരി. ഇന്നലെ രാത്രി പുലിവേഷത്തിന് ഞാനാണ് പെയിന്റ് അടിച്ചു കൊടുത്തത്. അവിടെ തെരുവിലേക്ക് ഇറങ്ങി നടക്കാനുണ്ടാവും. ഏതാത് പ്രശ്നയാ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചാ. ഓ റിച്ചി എപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നവനല്ല. അത് നമുക്ക് നല്ലതല്ല. സിമ്പിളായി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവൻ അറിയില്ല. അവൻ്റെ മേൽ എപ്പോഴും ഒരു കണ്ണ് വേണം. മുരുകേശ, നിനക്ക് ഞാൻ ചെറിയൊരു ജോലി തരാം. അത് റിച്ചി ഒരിക്കലും അറിയരുത്. നീ എടുത്തു വാ. സെൽവം, ഇങ്ങ് വാ. സാറേ. സെൽവം, എൻ്റെ ബോട്ടില്ലേ, ആ പീറ്റർ വാടകയ്ക്കെടുത്ത ബോട്ട്, അതിപ്പോൾ കേടായി ആ ഡോക്കിൽ നിൽക്കുക. അത് നന്നാക്കാൻ പറ്റുമെന്ന് നീ നോക്കിയായിരുന്നോ?
എന്താ പ്രശ്നം? பார்த்தேன் சாரே, ஸ்டார்ட் ஆகுது. ஆனால் இன்ஜினில் ப்ராப்ளம் இருக்கு. ആ ബോട്ട് അങ്ങനെ കൊണ്ടുപോയാൽ പകുതി വഴിയിൽ നിൽക്കും. ரொம்ப റിസ്ക്കാണ് സാറേ. ആ പീറ്റർ എന്തുണ്ടാക്കിയിട്ടാണോ അത് അങ്ങനെയാക്കിയത്? ഏതായാലും അതങ്ങ് റിപ്പയർ ചെയ്തേക്ക്. சரிங்க. സാറേ, ഒരു ചിന്ന വേല ഇருக்கு. ഉച്ചയ്ക്ക് ശേഷം ബോട്ട് റിപ്പയർ ചെയ്ത് പോറேன். ശരി, അങ്ങനെ ചെയ്തോ. சரி சாரி. അടുത്തറാ. പീറ്റർ പുലിയല്ലേ? എല്ലാ പുലിയും ഒരേപോലെയാണല്ലോ. ആള് മാറിപ്പോരുതല്ലോ. ഏയ് സിഗരറ്റാണാ? അടുത്ത പാട്ടറാ. സ്കെച്ച് ചെയ്തിട്ടുണ്ട്. എവിടെ പോടാ? ഐസക്കണ്ണ മുരുകേശനോട് ദാസിന്റെ ഗോഡനിലോട്ട് ചെല്ലാൻ പറഞ്ഞേക്കുവാ. അല്ല, അത് സാർ ഒരാൾ പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞല്ലോ. ആരെ പിക്കപ്പ് ചെയ്യാൻ? പിക്കപ്പ് ചെയ്യാനാ പറഞ്ഞേ. ഏയ് അതുവരെ ഞാനെന്താ റോഡിൽ നിൽക്കണോ? ഇല്ല, സാർ എന്നോട് മാത്രമാ പോവാൻ പറഞ്ഞത്. ഏയ് കേട്ടില്ലടാ, എന്റെ അസിസ്റ്റന്റ് ആദ്യത്തെ കൊട്ടേഷൻ ഞാൻ നേരിട്ടൊന്ന് കാണണ്ടാ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം.
എന്താടാ നോക്കണത്? പോടാ പോടാ പോയടാ. എന്തൊരു കാണാനാണ് ആ പീറ്റർ എടുത്ത് നമ്മുടെ ബോട്ടിൽ കൊണ്ടിടും. ഞാൻ അങ്ങോട്ട് വരാം. ഓർണം കയ്യിൽ വെക്കണോ? പോടാ. മുരുകേഷ്, ആദ്യത്തെ കൊട്ടേഷൻ. ടെൻഷൻ ഉണ്ടോടാ? പേടിക്കണ്ട, ഞാൻ ചെയ്തോ. നീയാ ചെയ്തേന്ന് സാറിനോട് പറഞ്ഞാൽ മതി. അതെ, ഇന്നെല്ലാം വ്യത്യാസമായിട്ടല്ലേ നടക്കുന്നത്? കാറ് കഴുകാൻ വന്ന ഇവൻ കാറ് ഓടിക്കുന്നു. അടിക്കാൻ പോലും അറിയാതെ നിന്നെ വിശ്വസിച്ച് സാറ് കൊട്ടേഷൻ തന്നിരിക്കുന്നു. എപ്പോഴും നിൽക്കുന്ന രാധാക്ക ഇന്ന് സന്തോഷമായിട്ടല്ലേ ഇരുന്നത്? എൻ്റെ അടുത്ത് എന്താ വിളിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല സാർ, എന്നോട് ഞാനാ പറഞ്ഞത്. ഓ, ഐസക് സാറിൻ്റെ അടുത്ത് ഇപ്പം എല്ലാം നേരിട്ട് ഡീൽ ചെയ്യാൻ തുടങ്ങിയോ നീ? ഇല്ല, രഘു ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കണം. അപ്പോൾ അവൻ്റെ അമ്മയും കൂട്ടി ദുബായിൽ സെറ്റിലാവും. അതാ ഐസക് സാറ് അവൻ്റെ ഒരു ബാഗുണ്ട്, ആ ബാഗ് എടുത്ത് അവനെയും കൂട്ടി വരാൻ പറഞ്ഞു. നീ പഴയതെല്ലാം മനസ്സിൽ വെച്ചിട്ട് അവനോട് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാ സാർ എന്നോട് പോവാൻ പറഞ്ഞത്. വണ്ടി എടുക്കടാ. എങ്ങോട്ടാ? To meet an old friend. हेलो, रफ़ी भाई क्या? मैं रघु, इंडिया से बात कर रहा हूँ. ठीक है, आते तो इस नंबर पे कॉल करने को बोल देना. ദാസേ, ഞാനാ. പറയടാ. ഒരു അരമണിക്കൂറിനുള്ളിൽ വണ്ടി വിടാൻ പറ്റുമോ? അരമണിക്കൂറിനുള്ളോ? ശരി രഘു, ഞാൻ വണ്ടി അയക്കാം. എടാ ഒരു മിനിറ്റ്. അയ്യോ, ഞാൻ അവളോട് പറഞ്ഞിട്ടില്ല. എന്താ? പുറത്താരോ വന്നിട്ടുണ്ട്. നീ ഞാൻ പറഞ്ഞ വണ്ടി വേണ്ട, ഒന്നും വേണ്ട, വെക്കണം ഫോൺ. രഘുവിന്റെ കയ്യിൽ വല്ല തോക്കോ ഉണ്ടെങ്കിൽ. അല്ല റിച്ചി, ഞാൻ പറയണത് നിന്റെ ആദ്യത്തെ കൊട്ടേഷൻ ഞാൻ നോക്കിക്കോളാം. പൊയ്ക്കോ പൊയ്ക്കോ.
Ladies and gentlemen, your attention please. As the Cuban kid always said, here we meet once again. ആരാണ് ഈ ക്യൂബൻ കിഡ് എന്ന് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ? അതിന്റെ പിന്നില് ഒരു കഥയുണ്ട്. രണ്ട് ചെറിയ പിള്ളേരുടെ കഥ. ഒരുത്തൻ ക്യൂബിലിരുന്ന് വന്നവൻ, മറ്റൊരുത്തൻ നമ്മുടെ മധുരയിൽ നിന്ന് വന്ന പയ്യൻ. ഡോണ്ട് വെറി, ഐ വിൽ ടേക്ക് കെയർ. ഓട്ടോമാറ്റിക് പിസ്റ്റൾ. ശരി, അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ആ, അത് പിടിച്ചോ. മുരുകേഷ്, മുരുകേഷ്, ചിൽ ചിൽ. ഇവൻ നമ്മുടെ ആളാടാ. സോ എനിവേ, പറഞ്ഞതുപോലെ രണ്ട് പിള്ളേർ, അവർക്ക് പേരെന്തിടും? ഡാഷ് ആൻഡ് ഡാഷ് ഡാഷ്. ഡെയിലി കാലത്ത് സ്കൂൾ ക്യാൻറ്റീനിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വരും. അപ്പം ഡാഷ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഡാഷ് ഡാഷെ കാണുമ്പോൾ ചിരിച്ചിട്ട് സ്പാനിഷ് മൊഴിയിൽ ഒരു കമന്റ് അടിച്ചിട്ട് പോവും. പാവം ഡാഷ് പറയണത് ഡാഷ് ഡാഷിന് മനസ്സിലായതേ ഇല്ല. ഡെയിലി ഇതാ ക്യാൻറ്റീനിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഡാഷ് ഡാഷ് സഹിച്ച് സഹിച്ച് അങ്ങനെ പോയി. ഇറ്റ് കണ്ടിന്യൂഡ് കണ്ടിന്യൂഡ് ആൻഡ് കണ്ടിന്യൂഡ്. എത്ര കാലം ഒരുത്തിനെ സഹിക്കാൻ പറ്റും? ഒരു ദിവസം ഡാഷ് ഡാഷ് നേരെ ചെന്ന് ഡാഷിനെ പിടിച്ച് കീഴെ ഇട്ട് മുഖത്ത് നോക്കി നല്ല ഇടി വെച്ച് കൊടുത്തു. ഇടിച്ച് ടാങ് ടാങ് ടാങ്. അവന്റെ മൂക്ക് പൊട്ടി പാലം പുറത്തേക്ക് വന്നു. അപ്പൊ തന്നെ രണ്ട് പിള്ളേരെ വാർഡൻ എടുത്ത് കൂട്ടിട്ട് പോയി. ഡാഷ് ഡാഷ് പറഞ്ഞു, ഡാഷ് എപ്പോഴും എന്നെ കാണും അറിയാത്ത ഭാഷയിൽ ചീത്ത വിളിക്കാം. അപ്പൊ വാർഡൻ വന്ന ഡാഷിന് എടുത്ത് ചോദിച്ചു, നീ എന്തിനാ ചീത്ത വിളിക്കണേ? അത് കേട്ട ഉടനെ ഡാഷ് ആ ചീത്ത പിന്നെയും വിളിച്ചു, അതും പ്രിൻസിപ്പലിന് മുമ്പിൽ വെച്ചു. ഞാൻ കഥ ശരിക്കും തന്നെയാണോ പറഞ്ഞത്? ഞാൻ കഥ ശരിക്കും പറയുന്നുണ്ടോ നോക്കാനാണോ നീ വന്ന്? അകത്ത് പോയി ബാഗ് നോക്കണം മണ്ട. ഏയ്, കോൺസെൻട്രേറ്റ്. കഥയിലെ മെയിൻ ട്വിസ്റ്റാണ് ഇനി നടക്കാൻ പോകുന്നത്. വാർഡൻ ഒരു ട്രാൻസ്ലേറ്ററെ വിളിച്ചു വരുത്തി. ഡാഷ് എന്താ പറഞ്ഞെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഡെയിലി ഡാഷ് 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 നോക്കി സ്പാനിഷ് ഭാഷയിൽ ഗുഡ് മോർണിംഗ് ആൻഡ് ഹിയർ വി മീറ്റ് വൺസ് അഗൈൻ എന്നാണ് അത്ര പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ എന്തോ ട്രഡീഷൻ ആണത്ര. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സായി. എൻ്റെ പോയിന്റ് അതല്ല. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഡാഷ് അടി വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണ് പോയിക്കൊണ്ടിരുന്നത്? ചിരിച്ച് സംസാരിച്ചതിന് എന്തിനാ ഡാഷ് ഡാഷ് എന്നെ അടിച്ചെന്നായിരിക്കൂലേ? അവനായി കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവൂലേ? നിന്നെ പോലെ. നിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്, അതവിടെ. എൻ്റെ ഒന്നുമില്ല. നിന്റെ കയ്യിലുണ്ട്. നീയത് തന്നില്ലെങ്കിൽ ഞാനതെടുക്കും. ഒപ്പം നിന്നെയും ചേർത്തെടുക്കും. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണോ? ഓക്കെ, എന്നാ പിന്നെ നോക്കാം. അത് കിട്ടിയ ഉടനെ നിന്നെ ഞാൻ കൊല്ലും. ബാഗ് കിട്ടി. ഗുഡ്. ഇപ്പോ ഷൂട്ടിംഗ് ടൈം. എന്നാ പൗഡർ പൂച്ചെടുത്തും കാര്യമില്ല. ചേച്ചിയെടുത്ത് വാ തുറന്നങ്ങ് പറയണം.
டேய் டெமோக்ரஸி இங்க வாடா. என்னடா ஆச்சு? അണ്ണാ റിച്ച് വന്ന് വീട്ടിൽ തലക്കടിച്ച് താഴെയിട്ട് എന്നിട്ട് ആട്ടെ കയറ്റിട്ട് എങ്ങോട്ടോ പോയി. സംഭവം സീരിയസ് ആണോ? டேய் എവിടെ ചുണ്ടായി? മാർക്കറ്റിന്റെ അടുത്തണ്ണാ. നിന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും വലിയ കഥ നിന്നോട് പറഞ്ഞതിനാ നിനക്കറിയോ? നിനക്കറിയില്ലടാ. ഒന്ന് ആലോചിച്ച് നോക്ക്. ആലോചിച്ച് നോക്കണ. ഞാൻ അകത്ത് കയറി ഇപ്പൊ എന്നോട് പറഞ്ഞത്? പ്ലീസ്. ആ പിന്നെന്താ പറഞ്ഞേ? പറ. പിന്നെന്താ പറഞ്ഞത്? അതിനുശേഷം എന്താ പറഞ്ഞത്? We meet once again. Yeah, we meet once again. 15 വർഷം കഴിഞ്ഞ് ഇപ്പോഴല്ലേ മച്ചാനെ നമ്മൾ കാണുന്നത്. റിച്ചി, അതേടാ പുന്നാര മോനെ, റിച്ചി, റിച്ചാർഡ് കെ സഖായം. നിന്റെ കുട്ടിക്കാലത്തെ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലും കാണാൻ വന്നില്ലല്ലോ. ഇല്ല, ഇന്ന് വൈകിട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇന്നലെ രാത്രി നീ നിന്റെ അമ്മേനെ പോയി കണ്ടിരുന്നു കേട്ടു. അമ്മേനെ മാത്രമേ ദുബായി കൂട്ടിക്കൊണ്ടുപോകുള്ളൂ. എന്നെ ഒന്നും കൊണ്ടുപോകില്ലേ? അതുപോട്ടെ, ബാഗ് കിട്ടിയല്ലോ. നീ വാ പോവാ. ഇല്ല, ഇന്ന് ഉച്ചയ്ക്ക് അമ്മേൻ്റെ അടുത്ത് ചെല്ലാമെന്ന് പറഞ്ഞതാ. അമ്മേനെ ഒരു പ്രാവശ്യം പോയി കണ്ടതല്ലേ? മാത്രമല്ല ദുബായിക്ക് കൊണ്ടുപോകാൻ പോവാ. പിന്നെന്താണ്? ഇല്ല റിച്ചി, എനിക്ക് പോണം. ഞാൻ നിന്നെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യടാ. നീ എന്നെക്കാളും നല്ല സുന്ദരനായല്ലോ. ഞാനേ ഒരു ജോലി പകുതിയാക്കി വെച്ചേക്കാം. അതാദ്യം കൊണ്ട് തീർത്തേക്കാം. ഏയ് നിർത്തടാ. കേറി വാടാ. കടലിൽ എന്ത് കിട്ടിയാലും പാതി ഐസക് സാറ് നടന്നോ നിനക്ക്? കരയടാ, നീ കരി. ഞങ്ങൾക്കായിട്ടുണ്ടാകാൻ നോക്കണോടാ. ഓടാ എല്ലാം എല്ലാം സുട്ട് തള്ളു. ആടാ ഇങ്ങോട്ട് വാടാ. ഇപ്പോ പുലി എങ്ങനെയാണ് അലർതെന്ന് എനിക്കൊന്ന് കേക്കണം. എന്താ വെറും കാറ്റ് മാത്രമേ ഉള്ളൂടാ. അമോൺ അലറാം. എന്താണത്? പുലിയുടെ പോലെ അലറാൻ പറഞ്ഞ പൂച്ചയുടെ പോലെ കരയണോ? അവന്റെ പെങ്ങളെ ഓർത്തെങ്കിലും വിട്ടേക്ക്. സിസ്റ്റർ സെന്റിമെന്റ്സാ. പറയാൻ എവിടാ അത്? കിട്ടിപ്പോയി. നിന്റെ അടുത്ത് നമ്മുടെ ക്യൂബൻ കിഡ് മധുരപ്പയ്യൻ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഡാഷ് ആൻഡ് ഡാഷ് ഡാഷ് ഇല്ലേ? മുരുകേഷ്, നിനക്കറിയാലോ. ഒന്ന് പറയുന്നോ? നീയോ? നിനക്കൊന്നും വായ തുറന്ന് പറഞ്ഞ ശീലമില്ലല്ലോ. ഓടി രക്ഷപ്പെട്ടല്ലേ ശീലം. എന്നെ വിടുവിച്ച് ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്ത് കിട്ടിയാലും സാറിന് തന്നെ എന്നെ വിട്. എന്നോട് അപ്പോ പുലിക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
പക്ഷേ നമ്മൾ കൂടെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ ഒരു നരി, അവനിത് മനസ്സിലായാവോ? പറയടാ പുന്നാര മോനെ. സെൽവ, നീ എന്തിനാ ഇവിടെ? റിച്ചി വന്നോ? റിച്ചിയുടെ ബോട്ടൊന്നും വന്നില്ല. അല്ല, നിനക്ക് എന്താ ഇവിടെ പരിപാടി? ഒന്നുമില്ല, ഐസക് സാറിന്റെ ബോട്ട് റിപ്പയർ ചെയ്യാനാ. ശരി ശരി, പോ. ഇതുപോലെ ഒരു ദിവസം വരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. സെന്റ് പീറ്റർ നമ്മളെ ഒരിക്കലും കൈവിടില്ല. നിന്നെ എൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. 8 വർഷം മാൻ, 8 years. ജൂനൈൽ ഹോമിലെ ജീവിതം എങ്ങനെയാണെന്ന് നിനക്ക് അറിയാമോടാ? അത് നരകമാണ്. അവിടെയുള്ള ഓരോ നായിന്റെ മോനും എന്നെ അന്ന് നീ അവിടെ നിന്ന് പേടിച്ചോടിയപ്പോ എന്നെ കുറിച്ച് ആലോചിച്ചോളാം. ഞാനൊരു ചർച്ചിലെ ഫാദറിന്റെ മകനാടാ. ഇപ്പൊ നോക്ക്, കയ്യിൽ തോക്കുമായിട്ടാ നിൽക്കുന്നു. എല്ലാം നീ കാരണം. എന്നോട് ക്ഷമിക്കു വെച്ചി, പ്ലീസ് എന്നോട് ക്ഷമിക്ക്. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, പേടിച്ചിട്ടാ. നിന്റെ അച്ഛനോട് ഞാൻ വന്ന് നടന്ന എല്ലാം പറയാം. പ്ലീസ് റിച്ചി, പ്ലീസ്. അതേടാ, നീ വരും, നീ പറയും. നീ പറഞ്ഞ ഉടനെ അവർ അതേപോലെ എൻ്റെ ലൈഫ് അങ്ങോട്ട് തിരിച്ചു വരും. സോറി ലച്ചി, അന്ന് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഉണ്ടായിരുന്നു, എന്നാ നീ അത് കണ്ടില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയി. എൻ്റെ അമ്മയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനില്ലാതെ ഇത്രയും കാലം ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നില്ലേ? എന്നെ ഓർത്തില്ലെങ്കിലും എൻ്റെ അമ്മയെ ഓർത്തെങ്കിലും എന്നെ വെറുതെ വിട്ടൂടെ? ഞാൻ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. പ്ലീസ് റിച്ചി, പ്ലീസ്. നിനക്ക് ഓടാൻ മാത്രമല്ല അറിയുള്ളൂ. അന്ന് നീ ഓടി, ഇന്നിപ്പോ ഓടാനായിട്ട് എൻ്റെ കാല് പിടിച്ച് കെഞ്ചുന്നു. ഞാൻ അന്നും നിന്നു, നീ ഇപ്പോഴും ഇവിടെ നിൽക്കടാ. ഏയ്, ഒരു സിഗരറ്റാടാ, ഉണ്ടോടാ? നിനക്കൊരു കാര്യം അറിയോ? ഞാൻ ഒരുത്തനെ അടിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഓരോ പ്രാവശ്യവും എനിക്ക് നിന്റെ മുഖമാണ് തെളിഞ്ഞു വരാറ്. അപ്പോൾ ഇങ്ങനെ തരിച്ചിങ്ങനെ കയറി വരും. അവനടിക്കുന്ന ഓരോ അടിയാ നിന്നെയാണ് അടിക്കുന്നത്. അപ്പൊ യു സീ, നീയാണ് എൻ്റെ മോട്ടിവേഷൻ. എങ്ങനെ നോക്കിയാലും നീ എനിക്കൊരു ഏരയല്ല. നിന്നെ ഞാൻ വെറുതെ വിടാം. നാട് വിട്ട് ഓടിക്കോ. ഓടാ, ഓടാ. ഓരടാ. സിമ്പിളായിട്ട് തീർത്തില്ല ഞാൻ. ഈ ബാഗ് കൂടി ആ പീറ്റർ നമ്മുടെ സ്ഥലത്തുകൊണ്ട് കെട്ടിട്, വന്നിട്ട് നോക്കാം. ഞാൻ തിരിച്ചു വരണ വരെ
ആ ബാഗ് നീ നോക്കിക്കോണം. ഓക്കെ. വായി നോക്കി നടക്കാതെ സൂക്ഷിച്ചോ. അന്ന് ആ ക്രിസ്മസ് തലേന്ന് ഞാൻ അവനെ വീണ്ടും കണ്ടു. എത്ര നാളെ കണ്ടിട്ട്? ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ഇത് ആ ക്യാമറ തന്നെയാണോ? ഫോട്ടോ എടുക്കുമ്പോ കുറുക നിൽക്കല്ലേ? എന്റെ ഫോട്ടോ എടുക്കൂ. നോ താങ്ക്സ്, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഓ, അപ്പൊ ജുവനൈൽ ഹോമിൽ മാത്രം എന്നെ ചുറ്റി ഫോട്ടോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. ഇനി നീ ആരെങ്കിലും തല്ലാൻ പോകുമ്പോ പറഞ്ഞോ, I'll get some snaps. അതിന് വലിയ താമസം ഉണ്ടാവില്ല. വേണേ ഇപ്പൊ അടിക്കാലോ. വെരി ഗുഡ്. അല്ല, ഈ ഫോട്ടോ മാത്രം എടുക്കോളാം, ഈ പ്രിന്റ് ഒന്നും അടിക്കൂലേ? ഞാൻ പ്രിന്റ് ചെയ്യാറില്ല എന്നാരാ പറഞ്ഞേ? അപ്പൊ എന്റെ ഫോട്ടോ എവിടെ? എത്ര തവണ പറഞ്ഞതാ അങ്ങനെ ഒരു ഫോട്ടോയെ എന്റെ കയ്യിലില്ലാന്ന്. ഒരു പെണ്ണ് ഒരു പയ്യന്റെ ഫോട്ടോ കയ്യിൽ വെച്ചാ അതിന്റെ അർത്ഥം എന്താണ്? എന്താ, ഞാൻ നിന്നെ പ്രേമിക്കാണെന്നാണ് പറയുന്നത്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, നീ തന്നെയാ പറയണേ. ആ ടൈമായി. നീ വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ? കാശായിരിക്കുന്ന വിചാരിച്ച, പക്ഷെ ബാഗ് ഓർത്ത് നോക്കിയപ്പം ഈ നിധി പോലെ എന്തോ, എന്നാ അത് വെച്ച് കാശാക്കി ദുബൈക്ക് പോകാന്ന് വിചാരിച്ചപ്പം ആ റിച്ചി അതും കൊണ്ടുപോയി. വിടില്ല, അവനെ ഞാൻ വെറുതെ വിടില്ല. എന്നെപ്പറ്റി അവനെ അറിയാഞ്ഞിട്ടാ. എല്ലാത്തിനും നിങ്ങളാ കാരണം. ഞാൻ വന്നത് നാട് മുഴുവൻ പറഞ്ഞു നടന്നില്ലേ? ഒന്നുമില്ലെങ്കിൽ എന്നോട് ചോദിക്കായിരുന്നില്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ? എന്റെ മുമ്പിൽ നിന്ന് പോ, വേഗം പോ. നിനക്കിതെന്താ പറ്റി? വേണ്ട മോനെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. മിണ്ടാതെ വീട്ടിൽ പോയി എല്ലാം പാക്ക് ചെയ്ത് വെക്ക്. എവിടെ വരണമെന്ന് ഞാൻ ഫോൺ ചെയ്ത് പറയാം. വേണ്ടടാ, നീ ഈ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ വേണ്ട, നിർത്ത്. കയ്യിലുള്ള കാശ് വെച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം. അമ്മ പറയുന്നത് കേക്ക്. ഞാൻ പറഞ്ഞത് ചെയ്യാ മോനെ. അതെ, എന്റെ ചേട്ടനെ കണ്ടോ? കണ്ടില്ലല്ലോ മക്കളെ. അമ്മ കണ്ടിരുന്നോ? ഇല്ല മോളെ, ഞാൻ കണ്ടില്ല. എന്നടാ சொல்றாங்க? അവിടെ ഇല്ലണ്ണ. മാർക്കറ്റിൽ നോക്കിയോ? അവിടെയും കണ്ടില്ല. പാവം ചേച്ചി. ശരി, വേഗം നീ വേറെ ഇടத்துல പോയി നോക്ക്. ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാന്ന് പറഞ്ഞതാ. അപ്പൊ എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. വാചകടി മാത്രമേ ഉള്ളൂ. പാടാ. കുറച്ചു നേരം ആയാലും നീ ഇവിടെ നിൽക്കുന്നു. എന്ത് പറ്റി ഋഷി? വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പ്രശ്നമൊന്നുമില്ല. ഐസക് സാറ് രാത്രി വിരുന്നിന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പറ്റില്ല. അതെന്താണ്? ഇന്ന് പ്രദക്ഷിണം ഐസക് സാറിനെ വീണ്ടും മുമ്പിലൂടെയല്ലേ പോകുന്നു. അപ്പൊ പിന്നെ വിരുന്നിന് വന്നൂടെ? രൂപ കൂടെ എല്ലാ വീട്ടിലേക്കും വരും. മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും. സ്പെഷ്യലായിട്ട് എങ്ങു നിന്നും ഞാൻ സൽക്കാരം സ്വീകരിക്കില്ല. ദൈവത്തിന് ഫേവറേറ്റ്സ് ഒന്നൊന്നുമില്ല. ഓ, അപ്പൊ നിങ്ങളുടെ ഫാദറിന് ഫേവറേറ്റ്സ് ഒന്നുമില്ലേ? ഇപ്പോഴും അത് കൊള്ളാം. എൻ്റെ ഫാദറിന് അങ്ങനെ തന്നെയാണ്. എന്നെ മാത്രം ബ്ലസ് ചെയ്യില്ല, നാട്ടുകാരെ മൊത്തം ബ്ലസ് ചെയ്യും. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. വരാൻ പറ്റിയവാ? എന്ത് പറയാനാണ്?
ആരെങ്കിലും അടിക്കുമ്പോൾ എന്തിനാ അടിക്കണമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. നീ ആരെങ്കിലും വെറുതെ വിടുമ്പോൾ എന്തിനാ വെറുതെ വിട്ടതെന്നും ഞാൻ ചോദിക്കാറില്ല. എത്ര വർഷം നിനക്കൊപ്പം നടക്കണം ഒരു നിഴല് പോലെ. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റണില്ലല്ലേ? എന്റെ മോനെ ഒന്നും ചെയ്യരുത്. വേണമെങ്കിൽ കാല് പിടിക്കാൻ ഞാൻ. എന്തരക്ക ഇത്? എന്തരടെ മീശ വിരിക്കണത്? അത് ചുമ്മാ അതൊക്കെ പാവാണ്. ആ രഘുപ്പയില് അവരെന്തുമാത്രം കഷ്ടപ്പെടുത്തി. റിച്ചി, നീ ഒന്ന് മനസ്സിൽ വെക്കല്ലേ? പറഞ്ഞത് കഥ പോലെ ശരിക്കും പൂട്ടിക്കൂടെ? ഉള്ളി വെച്ച് പൂട്ടിട്ട് തന്നെയാണോ പോയത്? എന്ത് കൂട്ടിന്ന്? ആ ബാഗ് എവിടെ വെച്ചടാ? പോയത് റിച്ചി, ആ ബാഗ് കാണാനില്ലെന്ന്. മിസ്റ്റർ മുരുകേഷ്, പ്ലീസ് പാസ് മീ ദ വണ്ടി ചാവി. Things change, man. വാ പോ വാടാ. റിച്ചി, രഘു ഇപ്പൊ എന്തൊരു വിചാരിക്കണം എന്നറിയാവോ? കൽക്കത്തയിലെ വലിയ മാഫിയ ഗാങ്ങിൽ നിന്ന് വരെ രക്ഷപ്പെട്ടു. പിന്നെയാണ് ഈ ചൂണ്ടങ്ങ വലുപ്പത്തിലുള്ള പയലെടുത്ത് ഞാൻ പെടാൻ പോണത്. അയ്യോ, ആ ബാഗില്ലാതെ എനിക്ക് ദുബൈക്ക് പോകാൻ പറ്റില്ല. ഒന്നും മനസ്സിലാക്ക. നിനക്ക് ബാഗ് കിട്ടിയാലും ദുബായിക്ക് പോകാൻ പറ്റില്ല. നീ എവിടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും. റിച്ചി പ്ലീസ്. മുരുകേഷ്, നിനക്കൊരുത്തൻ ജീവൻ തിരിച്ചു തന്നിട്ട് ഓടാൻ പറഞ്ഞ നീ എന്ത് ചെയ്യും? കാലിൽ വീണ് കടവുളെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞ ഓട്ടോ ഓടും. സി, നിനക്കത് മനസ്സിലായി, പക്ഷെ നമ്മുടെ നരിക്കത് മനസ്സിലാകില്ലല്ലോ. നീ എൻ്റെ അടുത്ത് വേണമെന്ന് ആഗ്രഹിച്ചപ്പോ നീ ഓടിപ്പോയി. നിന്റെ അടുത്ത് ഓടിപ്പോകാൻ പറഞ്ഞപ്പോ പോകാതെ നിന്റെ അടുത്ത് വന്നിരിക്കാനുള്ള
വിചാരിച്ചിട്ടൊന്നുമില്ല. അവന് രഘുവിന്റെ അടുത്ത് ദേഷ്യമുണ്ട്, കടുത്ത ദേഷ്യം. ആ എന്തരായാലും രണ്ടുപേരും ചെറുപ്പത്തിലെ കൂട്ടുകാരല്ലേ. എല്ലാ ദേഷ്യവും മറന്ന് ആ ബാഗുമായി അവൻ അവന്റെ അമ്മയടുത്ത് വിട്ടേക്കാന്ന് വിചാരിച്ചതാ. അതിനിടയിൽ ആ രഘു ചിലരെ നന്നാക്കാനേ പറ്റൂല. ചതിക്കപ്പെടുന്നതിൻ്റെ വേദന എന്താണെന്ന് അറിയാമോ? അതൊരിക്കലും ശത്രുക്കളിൽ നിന്ന് വരില്ല. എടാ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഫിലോമിനയുടെ നീ നോക്കൂലേ? വണ്ടി ശരിക്ക് കഴി എടുത്തിട്ടോ. റിച്ചി, എനിക്കും പുലിയാട്ടം കാണാൻ വരണോ? ഓട്ടോ എടുക്കും. പീറ്റർ ഇവിടെ വന്നോ? ഇല്ല ഇല്ല, ഇങ്ങോട്ടൊന്നും വന്നില്ല. ഒരു കോട്ടർ എടുക്കാം. സുധി, ഞാൻ പോവേണേ. അണ്ണാ, എന്നെ ഐസക് സാറിന്റെ വീട്ടിലാക്കിട്ട് പോ. ഓ ശരി ശരി, വേഗം വാ. അറിവില്ലാതെ ഈ നാട്ടില് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അന്ന് രാത്രിയില് ആ ശബ്ദം ഇന്നും എന്റെ കാതിൽ മുഴങ്ങ. വിഷമോ? ജൂനിയൽ ഹോമിൽ ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരും കാണാൻ വരാറില്ല. ജീവിതം തന്നെ എന്താവെന്ന് വിചാരിച്ചിരുന്നു. എൻ്റെ റിച്ചി, അവൻ എന്നെ ചേർത്ത് പിടിച്ചു. ആ നന്ദിയുണ്ട് എനിക്ക്. അവന് വേണ്ടി എന്തിനു വേണമെങ്കിലും ഞാൻ ചെയ്യും. മാഡം, സമയം കഴിഞ്ഞു. 2 minutes. ഒന്നും നമ്മുടെ കയ്യിലല്ല. ആദിയും അന്തവും ദൈവത്താൽ തീരുമാനിക്കപ്പെട്ടതാ. ശരിയാണ്, ദൈവത്താൽ തീരുമാനിക്കപ്പെട്ട രാത്രിയായിരുന്നു അത്.
വെങ്കട് മധുരപ്പയ്യൻ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഡാഷ് ആൻഡ് ഡാഷ് ഡാഷ്. ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഡാഷ് അടി വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താണ് പോയിക്കൊണ്ടിരുന്നത്? ചിരിച്ച് സംസാരിച്ചതിന് എന്തിനാ ഡാഷ് ഡാഷ് എന്നെ അടിച്ചെന്നായിരിക്കില്ല. അവനായി കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവില്ല. குட் ஜாப் மேகா. தேங்க்யூ சார். இது ஒரு ஸ்பெஷல் சீரீஸாக பப்ளிஷ் பண்ணலாம். பண்ணாத தப்புக்கு தான் ரிச்சி ஜெயிலுக்கு போனார்னு ரிச்சியோட அப்பாவுக்கு தெரியுமா? இப்போ தெரிஞ்சு என்ன மாறப்போகுது சார்? ஐரன் இல்லை, வாழ்க்கை முழுக்க கண்ணுக்கு தெரியாத கடவுளை நம்பின அவர் தம் மகனை நம்பாமல் விட்டார்ல, அவர் பையன் யாருன்னு அவருக்கு தெரிஞ்சிருக்கலாம். எனிவேஸ், நீங்கள் உங்கள் லைஃப்பில் எடுத்த முதல் ஃபோட்டோ, அந்த ஃபோட்டோ இன்னும் வச்சுருக்கீங்களா? ഇതിലെ കഥാപാത്രങ്ങൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് മാറപ്പെട്ടവരാണ്. മകനെ നഷ്ടപ്പെട്ട പിതാവ്, മരണം വരെ തൻ്റെ പ്രണയം തുറന്നു പറയാൻ പറ്റാതെ പോയ ബോട്ട് മെക്കാനിക്, തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ അവനെ കാത്തിരിക്കുന്ന അമ്മ. ചില കഥകൾ അങ്ങനെയാണ്. എവിടെ തുടങ്ങുമെന്നോ എവിടെ അവസാനിക്കുമെന്നോ അറിയാൻ പറ്റില്ല. ഈ ഫോട്ടോ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് എനിക്കറിയാം. ഇതിനി നിനക്കുള്ളതാണ്. അവളെവൻ പ്ലാൻ ചെയ്ത് മോട്ടിച്ചതെന്നാണ് വിചാരിച്ചത്. തലവരെയാണത്.
എപ്പോ ഇനി ആരുടെ അടുത്ത് പോകണമെന്ന് അവള് തന്നെ തീരുമാനിക്കും. സുനാമി മാതിരി. ഇപ്പൊ ആരുടെ അടുത്താണോ എന്തോ. ആ ബോട്ടിന്റെ പേരെന്തായിരുന്നു? ശാന്ത മറിയ. നടുക്കടലില് എവിടെയെങ്കിലും മുങ്ങിക്കാണും.